കലാപഭീതിയിലേക്ക് വഴിമാറുകയാണ് മഹാരാഷ്ട്ര. RSS ആസ്ഥാനമായ നാഗ്പൂരും പരിസരവും കനത്ത പോലീസ് കാവലിലാണ് ഇപ്പോൾ ഉള്ളത്. സൈന്യത്തിന്റെ അടക്കം നിയന്ത്രണത്തിലേക്ക് നാഗ്പൂർ മാറിമറിയുകയാണ്. ഒരാഴ്ചക്കിടെയുണ്ടായ സംഭവ വികാസങ്ങളായിരുന്നു നാഗ്പൂരിനെ മാറ്റിമറിച്ചത്. ഛത്രപതി സംഭാജി നഗറിലെ മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്ന തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ ആവശ്യമാണ് നാഗ്പൂരിനെയും മഹാരാഷ്ട്രയെയും കലാപ സമാനമാക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷം മഹാരാഷ്ട്രയുടെ മതസാമുദായിക അന്തരീക്ഷത്തിന് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്ന ക്യാമ്പയിൻ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ക്യാമ്പയിൻ പോലെ മഹാരാഷ്ട്രയിൽ നടക്കുന്നുണ്ടായിരുന്നു. കല്ലേറും വാഹനങ്ങൾ കത്തിച്ചും പൊതു സ്വകാര്യ വസ്തുക്കൾക്കെതിരെയുള്ള ആക്രമണവും കഴിഞ്ഞ ദിവസം രാത്രിയിലത്തെ സംഘർഷത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നഗരത്തിലെ മഹൽ മേഖലയിലാണ് കൂടുതൽ ആക്രമണ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. സംഘർഷ മേഖലയിൽ നിരോധാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10ഓളം പോലീസുകാർക്ക് സംഘർഷങ്ങളിൽ പരിക്കേറ്റിട്ടുമുണ്ട്. ചട്നീസ് അടക്കമുള്ള പല സ്ഥലങ്ങളിലേക്കും ആക്രമണം വ്യാപിച്ചു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ദ്രുതകർമ്മസേന, കലാപ നിയന്ത്രണ സേന, റിസർവ് പോലീസ് എന്നീ വിഭാഗങ്ങളെ ആക്രമണം തടയാനായിട്ട് വിന്യസിപ്പിച്ചു കഴിഞ്ഞു. സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറയുന്നത്. നാഗ്പൂർ സമാധാനപരമായ ഒരു നഗരമായിരുന്നു. വൈവിധ്യ സംസ്കാരത്തിന് പേരുകേട്ടതാണ് നാഗ്പൂർ. ക്രമസമാധാന പാലനത്തിന് ആവശ്യമായ കർശന നടപടികൾ സ്വീകരിക്കാൻ പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടുവെന്നും BJP മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ജനങ്ങൾ സമാധാനം പാലിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. നാഗ്പൂരിൽ നിന്നുമുള്ള ലോക്സഭാ പ്രതിനിധിയാണ് ഗഡ്കരി. എന്തായാലും മഹാരാഷ്ട്ര തിളച്ചു മറയുകയാണ്. കഴിഞ്ഞ ദിവസം ശിവജയന്തി ദിനം ആഘോഷിച്ചതിന്റെ ഭാഗമായിട്ടായിരുന്നു ഛത്രപതി സംഭാജി നഗറിലെ ഗുൽഗാദാബിൽ നിന്നും മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗ് ദളിന്റെയും നേതൃത്വത്തിൽ ഹിന്ദുത്വവാദികൾ പ്രക്ഷോഭം തുടങ്ങിയത്. നൂറുകണക്കിന് ഹിന്ദുത്വ പ്രവർത്തകരായിരുന്നു കളക്ടറുടെയും തഹസിൽദാരുടെയും ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തിയതെന്നാണ് റിപ്പോർട്ട് വന്നത്. മുഗൾ ചക്രവർത്തിയുടെ കല്ലറ പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാനറുകൾ ഉയർത്തിയും ഔറംഗസേബിന്റെ കോലം കത്തിച്ചുമെല്ലാം അന്തരീക്ഷം പ്രകോപനപരമാക്കുകയായിരുന്നു. കല്ലറ പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദുത്വവാദികൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മെമ്മോറാണ്ടത്തിൽ ഔറംഗസേബിന്റെ വിവാദപരമായ ചിത്രം, പ്രത്യേകിച്ച് മറാത്തകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംഘർഷങ്ങൾ എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ എഴുതി ചേർത്തിട്ടുമുണ്ട്. മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരം നീക്കം ചെയ്യുന്നതിനുള്ള ന്യായീകരണമായി അവർ പറയുന്നത് അത് വേദനയുടെയും അടിമത്തത്തിന്റെയും പ്രതീകമാണ് എന്നാണ്. മറാത്ത രാജാവ് ഛത്രപതി സംഭാജി മഹാരാജിന്റെയും പീഡനത്തിനും കൊലപാതകത്തിനും കാശി, മധുര, സോമനാഥ് എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങൾ തകർത്തതിനും ഔറംഗസേബ് ഉത്തരവാദിയാണെന്നാണ് മെമ്മോറാണ്ടത്തിൽ കുറ്റപ്പെടുത്തുന്നത്. സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ കർസേവയുമായിട്ട് മുന്നോട്ട് പോകുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന ഭീഷണിയും VHP ഉയർത്തി വരികയാണ്. എന്തായാലും സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഔറംഗസേബിന്റെ ശവകുടീരത്തിന് ചുറ്റും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. സന്ദർശന രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ തിരിച്ചറിയൽ രേഖകൾ നിർബന്ധമായും ഹാജരാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സംസ്ഥാന റിസർവ് പോലീസ് സേനയുടെ ഒരു സംഘവും ലോക്കൽ പോലീസ് ഹോം ഗാർഡുകളും ശവകുടീരത്തിന് സംരക്ഷണം നൽകിക്കൊണ്ട് വിവിധ സ്ഥലങ്ങളിലായി നിലയുറപ്പിച്ചിരിക്കുകയാണ്.